അപ്പം ഇപ്രാവശ്യം പൊങ്കാല മുടങ്ങാതെ ഇടുന്നുണ്ട്. അപ്പം പൊങ്കാലയുടെ ഒരു എക്സ്പീരിയൻസ് അല്ല, ശരിക്കും അമ്മയോടുള്ള ഭക്തി, അമ്മയുടെ കാവലാണോ, അമ്മയുടെ സ്നേഹമാണോ ഒന്നും അറിയില്ല. ഒരു അമ്മയുടെ സ്നേഹമാണ് ഞാൻ ഓരോ കൊല്ലവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അമ്മയുടെ കരുതൽ ഇത് ഭയങ്കരമായിട്ട് പറയാതിരിക്കാൻ പറ്റില്ല. അല്ല, കോവിഡിന് ശേഷമാണ് ഞാൻ പൊങ്കാല വീട്ടിയിട്ട് തുടങ്ങിയത്. ശരിക്കും അതിന് മുമ്പ് വരെ ഞാൻ ആറ്റുകാൽ അമ്പലത്തിന് നടയിലല്ല, കുറച്ച് മാറിയായിക്കൊണ്ടിരുന്നത്. അപ്പം അമ്മയ്ക്ക് വരാൻ പറ്റാതായി, ഏട്ടൻ്റെ അമ്മയ്ക്ക്. അപ്പം അമ്മയ്ക്ക് പൊങ്കാല കൂടാനും ആ ഓളത്തിൽ ചേരാനും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരമ്മയാണ്. അപ്പം അമ്മയ്ക്ക് വരാൻ പറ്റാത്തപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര വിഷമമായി പോയി. അപ്പോൾ വിശേഷം ഒരുപാട് ചോദിക്കാൻ തുടങ്ങി, അത് ഇങ്ങനെയായോ എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി അമ്മയ്ക്ക് അത് വിഷമമായി പോകാൻ പറ്റാഞ്ഞ്. അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ ഇടാം. അപ്പോഴത്തേക്ക് കോവിഡ് വന്നു, പിന്നെ ഇങ്ങ് ഇട്ടു. ഇവിടെ ഇട്ട ആ ശീലമായി കഴിഞ്ഞപ്പോൾ അമ്മ പിന്നെ ഈ പൊങ്കാലയുടെ ഓളത്തിലങ്ങ് കയറാൻ തുടങ്ങി ഇവിടെ. അപ്പം അമ്മയ്ക്ക് രാവിലെ ആകുമ്പോൾ ടെൻഷനാണ്, അതായോ ഇതായോ, എത്ര പേര് വന്നു, പഠിപ്പ് വെച്ചോ, അതിങ്ങനെയൊക്കെ ടെൻഷൻ. അപ്പം അമ്മ ആ ഒരു സന്തോഷം ഭയങ്കരമായിട്ട് ആസ്വദിക്കാൻ തുടങ്ങി. പക്ഷേ 2 കൊല്ലമായിട്ട് അമ്മ എൻ്റെ കൂടെ ഇല്ല. അപ്പം അതിൻ്റെ ഒരു വിഷമം എനിക്കുണ്ട്. അപ്പോൾ എനിക്ക് എപ്പോഴും വിശ്വാസം അമ്മ വരാന്തയില കസാരയിലിരുന്ന് ഇങ്ങനെ പറഞ്ഞിരുന്ന ഒരു ഇതാണ്. അപ്പം അമ്മയുടെ ഒരു പ്രസൻസും കൂടെ ഉണ്ടായിട്ട് വിചാരിച്ചിട്ട് ഇവിടെ വെച്ച് പൊങ്കാല ഇട്ടത്. ഇവിടെ ഇപ്പൊ 10-12 പേര് ഒരുമിച്ചിട്ടതാണ്. അങ്ങനെയൊന്നുമില്ല, എൻ്റെ അമ്മ പഠിപ്പിച്ച അതേ പൊങ്കാല കൂട്ട് വെച്ചിട്ടാണ് ഇന്നും ഞാൻ ഇടുന്നത്. പിന്നെ ഇപ്രാവശ്യം ഇവിടെ ഇടാൻ പറ്റി. പിന്നെ അടുത്ത പ്രാവശ്യം ആറ്റുകാൽ അമ്പലയുടെ നടയിലിടാൻ അമ്മ അനുഗ്രഹിച്ച അതും ഇടാം. ഇല്ല, തിരക്കിന്റെ ഇടയിൽ പോയില്ല. ഒരു പ്രാവശ്യം പോയി, പക്ഷെ അടുക്കാൻ പറ്റിയില്ല. അപ്പൊ പിന്നെ ഇങ്ങനെ തിരിച്ചു പോകുന്നു. ഉറപ്പായിട്ടും അതെ, ഞാൻ പറയാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാം അമ്മ കൊടുക്കുന്ന ഒരു സ്നേഹം, അല്ലെങ്കിൽ അമ്മ കൊടുക്കുന്ന ഒരു കരുതലിന്റെ കൂടുതലാണ് ശരിക്കും ഓരോ വർഷവും പൊങ്കാല കൂടുന്നത് അല്ലേ. അമ്മയോട് ചെന്ന് മക്കളെ പോലെ അമ്മ എന്ന് വിളിച്ച് ഒരു വിഷമം പറയുകയോ എന്ത് ചെയ്താലും അമ്മമാരൊരിക്കലും കൈവിടില്ല മക്കളെ. ആ ഒരു സ്നേഹവും കരുതലും, അമ്മ നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളൊരു, നമുക്കൊരു കാവലായിട്ട് അമ്മ എന്നും കൂടെ ഉണ്ട് എന്നുള്ളൊരു തെളിവ് മാത്രമാണ് ഇത് എല്ലാ കൊല്ലവും പൊങ്കാല കൂടുന്നത്. അല്ലാതെ ഒരിക്കൽ പോലും ഒരാൾ കുറഞ്ഞു എന്ന് പറയില്ല. ഇക്കൊല്ലം കൂടുതലാണെന്ന് പറയുന്ന ഒരു വാക്കല്ലേ എല്ലാ കൊല്ലവും നമ്മൾ കേൾക്കുന്നത്. അതെൻ്റെ അമ്മയുടെ ശക്തി തന്നെയല്ലേ. അങ്ങനെ ഇവിടെ നേദിക്കുകയുള്ളൂ. ഈ വർഷവും പൊങ്കാലിട്ടു. അതും അമ്മയുടെ അച്ഛനോടൊപ്പം. പിന്നെ ചേച്ചിയും ഈ പ്രാവശ്യത്തെ ജീവൻ വന്നിട്ടുണ്ട്. പിന്നെ അനിയത്തി വൈഷ്ണവി കഴിഞ്ഞ പ്രാവശ്യം വരാൻ പറ്റിയില്ല, ഞങ്ങളുടെ കൂടെ വന്നു. അമ്പലത്തിന്റെ അവിടെ എത്തിയപ്പോൾ വൈഷ്ണവിക്ക് വരാൻ പറ്റിയില്ല, അതിനെ വീട്ടിൽ പോയി. അതെ, ഇപ്രാവശ്യം സെക്രട്ടറിയുടെ ഫ്രണ്ടിലാണ് ഇട്ടിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം എവിടെ ഇട്ടിരുന്നത്? ഇവിടെ ട്രിവാൻഡ്രം ക്ലബിലായിരുന്നു. അതിന് മുന്നേ പ്രാവശ്യം അമ്പലത്തിലായിരുന്നു. അതിന്റെ മുന്നേ പ്രാവശ്യം ഈ നമ്മളിപ്പോ ഇരിക്കുന്ന സ്ഥലത്തായിരുന്നു. ഓർമ്മകൾ എന്ന് പറയുമ്പോ അമ്മയുടെയും അച്ഛന്റെയും കൂടെയാണ് പണ്ട് വന്നിട്ടുള്ളത്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, കാറിൽ ഇങ്ങനെ കൊണ്ടുവന്നിട്ട്. അത് ഞങ്ങൾ തലേ ദിവസം വന്നിട്ട് സ്റ്റേ ചെയ്യും. നമ്മുടെ ഈ അമ്പലത്തിന്റെ അവിടെ ഏതെങ്കിലും റൂം എടുത്തിട്ട് അവിടെ സ്റ്റേ ചെയ്യും. ഇപ്പോഴും ഓർമ്മയുണ്ട്. ഈ നമ്മുടെ ഇപ്പം ദൂരെ നിന്ന് കണ്ണൂരിൽ നിന്നൊക്കെ പറഞ്ഞില്ലേ ചേച്ചിമാരും അമ്മമാരും, അവരൊക്കെ 2 ദിവസം മുന്നേ വന്ന് സ്റ്റേ ചെയ്യും. റോഡിൽ ആ ഭാഗത്തൊക്കെ തങ്ങാറുണ്ട്. അപ്പം അതൊക്കെ കാണുമ്പോ പണ്ട് അപ്പൊ ഞാൻ ഇപ്പൊ ആലോചിക്കുന്ന പറഞ്ഞാൽ ഞങ്ങളുടെ വീട് ഇത്ര അടുത്ത് ഉണ്ടായിട്ട് എന്തിനാണ് അച്ഛനമ്മയും തലേ ദിവസം നേരത്തെ വന്ന് സ്റ്റേ ചെയ്യുന്നതെന്ന് മനസ്സിലായില്ല. അപ്പൊ അമ്മയോട് ചോദിച്ചു പറഞ്ഞു, അപ്പൊ ഭയങ്കര തിരക്കായിരുന്നു. അപ്പൊ അമ്പലത്തിന് നടയിലൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹം കൊണ്ടാണ് നമ്മൾ തലേ ദിവസം വന്നത്. ഇപ്രാവശ്യം ഞാൻ പൊങ്കാലിട്ടു. ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ പൊങ്കാല ഇട്ടു. എൻ്റെ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു അമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കണം എന്നുള്ളത്. അങ്ങനെ ഈ വർഷം അത് സാധ്യമായി. അനുവിൻ്റെ കൂടെയാണ് ഇട്ടത്. ഞങ്ങൾ സെക്രട്ടറിയുടെ അടുത്താണ് ഇട്ടത്. ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്താ ഓരോ ആഗ്രഹങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടാണ് പൊങ്കാല ഇടുന്നതാണ് പറയുന്നത്. അതെ, എന്താ ആഗ്രഹത്തോടു കൂടിയാണ് പൊങ്കാല? ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. അതെല്ലാം അതെ
ഞാൻ എല്ലാം പോലും ചോദിച്ചിട്ട് പറഞ്ഞില്ല. പക്ഷെ എന്റെ അടുത്ത് ചോദിച്ചു നിനക്ക് ആഗ്രഹങ്ങളുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ആ ഞങ്ങൾക്ക് ആർക്കായില്ല. ഇപ്പൊ ഇവിടെ പൊങ്കാലിടുന്ന എല്ലാവരുടെയും മനസ്സിൽ ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങൾ വെച്ചിട്ടാണ് എല്ലാവരും പൊങ്കാലിടാൻ വേണ്ടി വരുന്നതും വ്രതം എടുക്കുന്നതൊക്കെ. ഇപ്പൊ ഞങ്ങൾ വ്രതം എടുത്തു, ഒരാഴ്ച വ്രതം എടുത്തു. പിന്നെ ഇവിടെ വരുന്ന എല്ലാവരും നന്നായിട്ട് വ്രതം എടുത്തിട്ടാണ്, ശുദ്ധിയോട് കൂടിയാണ് എല്ലാവരും വന്ന് പൊങ്കാലിടുന്നത്. അത് എല്ലാവരുടെയും ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ എന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുകയാണ്. അനുവിന്റെ ആഗ്രഹം ഉടനെ കല്യാണം അല്ല എന്ത് പറഞ്ഞാലും കല്യാണം അല്ല, അയ്യോ കല്യാണത്തിന് ഞാൻ അങ്ങനെ പറയണല്ല. അല്ല ചേട്ടാ, കല്യാണമൊക്കെ നമുക്ക് പിന്നെയുള്ള കാര്യമല്ലേ. നമുക്കിപ്പോ ഒന്ന് സമാധാനത്തോടു കൂടി ജീവിക്കുക എന്നുള്ളതാണ്. അത് തന്നെ, ഒരു അസുഖമൊന്നും വരാണ്ട് എന്തിനാ സമാധാനം പോകുന്നത്, അസുഖമൊന്നും വരാതെ നല്ലത് നമുക്ക് സമാധാനത്തോടു കൂടി ഇരിക്കുക. അതാണ് ഏറ്റവും വലുത്. സന്തോഷത്തോടെ ഇരിക്കുക. എല്ലാവരുടെയും എന്താ പറയാ, ഇപ്പം നന്നായിട്ട് പോകുന്നുണ്ട്, അതുപോലെ അങ്ങ് പോവുക. അനിയത്തിയൊന്നും പറഞ്ഞില്ല. ഇതാണ് അനിയത്തി വൈഷ്ണവി. പ്രത്യേകിച്ച് ഭയങ്കര മേക്കപ്പ് അല്ലേ വൈഷ്ണവി. പാവമാണ്. എൻ്റെ കുഞ്ഞയുടെ മോളാണ്. എൻ്റെ അമ്മയുടെ ഒരേ ഒരു അനിയത്തിയുടെ മകളാണ്. എനിക്ക് എന്താ പറയണ്ടേ, ഭയങ്കര സപ്പോർട്ടായിട്ടുള്ള ഒരു കുട്ടിയാണ്. എൻ്റെ യൂട്യൂബ് ചാനലിലൊക്കെ വൈഷ്ണവിയാണ് വീഡിയോ ഒക്കെ എടുത്തു തരുന്നത്. വീട്ടിലെ വ്ളോഗ് ഒക്കെ എടുക്കുമ്പോൾ ഭയങ്കര സപ്പോർട്ടാണ്. പാവം കൊച്ചാണ് അല്ലേ. എത്രാമത്തെ പൊങ്കാലിടുന്നത്? എത്രാമത്തെ പൊങ്കാലെന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ ഓർമ്മയില്ല. എനിക്ക് 4-5 വയസ്സ് മുതൽ കൊണ്ടുവരാൻ തുടങ്ങി. പിന്നെ സ്വന്തമായിട്ട് പൊങ്കാലിടാൻ തുടങ്ങി. നീയാണോ ഇന്റർവ്യൂ ചെയ്യുന്നത്? സ്വന്തമായിട്ട് പൊങ്കാലിടാൻ അന്നൊക്കെ അമ്മ അച്ഛനും കൊണ്ടുവരുമ്പോഴേ ഈ വെള്ളം തിളയ്ക്കുന്നതിന് മുന്നേ നമ്മുടെ തീ കയ്യിൽ പിടിക്കുന്നു വിചാരിച്ചിട്ട് അമ്മ, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, കയ്യില് നമ്മുടെ അരി തന്നിട്ട് ഇടാൻ പറയും. എനിക്ക് അത് ഓർമ്മയുണ്ട്. പക്ഷെ ഇപ്പം വെള്ളം തിളച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇടുന്നത്. എന്നാലും പക്ഷെ നമുക്ക് ചൂടടിച്ച് നമുക്ക് ആ സമയത്ത് നമ്മൾ വീട്ടിനകത്ത് കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്താ പറയാ, നമുക്ക് തീയൊക്കെ കൊള്ളുമ്പോൾ പെട്ടെന്ന് കൈ പൊള്ളത്തില്ലേ. പക്ഷെ ഇവിടെ നമുക്ക് തീ വന്ന് അടിച്ചാൽ നമുക്ക് പൊള്ളുന്നതായിട്ട് തോന്നുന്നില്ല. അതൊരു ശക്തി തന്നെ കേട്ടോ, സത്യം പറഞ്ഞാൽ. എന്തെങ്കിലും തോന്നിയോ? എന്ത് തോന്നി? എനിക്ക് അത് വർഷങ്ങളായിട്ട് ഞാൻ ഇടുന്നത് കൊണ്ട് എനിക്ക് ആ പൊള്ളാതെ. അതുപോലെ തന്നെ എന്താണെന്നറിയില്ല, ഞാൻ കരയുന്നില്ലല്ലേ. അതെ കണ്ടിക്കൂടെ വെള്ളം പോണോടെ അങ്ങനെ. ജീവന്റെ മനസ്സിലുള്ള അല്ലെങ്കിൽ പൊങ്കാലയെ കുറിച്ചുള്ള അനുഭവം? പൊങ്കാലയെ കുറിച്ച് ഞങ്ങള് ഇങ്ങോട്ട് താമസം മാറിയതിനു ശേഷമാണ് ഈ പൊങ്കാല ഇടാൻ തുടങ്ങിയത്. ആദ്യമായിട്ട് അമ്മൂമ്മയാണ് ഇടുന്നത്. അപ്പൊ അമ്മൂമ്മയെ രാവിലെ വെളുപ്പിനെ കൊണ്ടുവരുന്നതൊക്കെ എനിക്കിപ്പോഴും എപ്പോഴും ഓർമ്മയെന്ന് പറഞ്ഞാൽ കുറെ വർഷങ്ങളൊന്നും ആയിട്ടില്ല, 2-3 വർഷമായിട്ടേ ഉള്ളൂ. അപ്പോൾ അമ്മൂമ്മ അങ്ങനെ അടുപ്പിച്ച് കുറെ നാൾ പൊങ്കാല ഇട്ടിട്ടുണ്ട്. അപ്പൊ അമ്മൂമ്മ രാവിലെ വെളുപ്പിന് എണീറ്റ് വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതും അവിടെ ആക്കുന്നതും കൂടെ നിൽക്കുന്നതും എല്ലാം അത് നല്ലൊരു രസമുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. പക്ഷെ ഇപ്രാവശ്യത്തെ പൊങ്കാല എന്ന് പറഞ്ഞാൽ ഞാൻ ഇടുന്നത് കൊണ്ട് ഒരു വേറെ എക്സ്പീരിയൻസ് ആയിരുന്നു. അത് കൂടെ നിന്ന് നമ്മൾ ഇടുക, അതിന്റെ ബുദ്ധിമുട്ടുകളും ഈ ഒരു പൊങ്കാല വന്ന സമയത്ത് ഇപ്പൊ എല്ലാ അമ്പലങ്ങളിലും ഉത്സവങ്ങൾ നടക്കുകയാണല്ലോ. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ എന്റെ നാട്ടിലാണെങ്കിൽ ഇതിനകത്തൊരു ആളിരിപ്പുണ്ട് കേട്ടോ, എന്റെ ഒരേ ഒരു ചേച്ചിയുടെ മകൻ. ഫോൺ വരുന്ന എന്ത് മക്കളെ ഫോൺ വരുന്നത് എന്താടാ? എടുത്തറിയരുത്. എന്റെ ചേച്ചി വിളിക്കും. അപ്പൊ എല്ലാ അമ്പലങ്ങളിലും നിങ്ങൾ പോയായിരുന്നു. ഇപ്രാവശ്യം ഇവൻ ജീവൻ തന്നെയാണ് ഇങ്ങോട്ട് പറഞ്ഞത്, ആണുങ്ങൾ പൊങ്കാലിട്ട എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. കഴിഞ്ഞ വർഷം എന്തോ കാർത്തി സൂര്യ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അവനോട് ചോദിച്ചു. അപ്പൊ അവൻ പറഞ്ഞു, ഇല്ലടി നമുക്ക് ആർക്ക് വേണമെങ്കിലും പൊങ്കാലിടാം, അങ്ങനെയില്ല, അമ്മയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്നതല്ലേ, നമുക്ക് വേണ്ടിയിട്ടല്ലേ, അങ്ങനെയൊന്നുമില്ല, ആർക്ക് വേണമെങ്കിൽ. ഇന്നിപ്പം ഇവൻ ഇട്ടപ്പോ എനിക്കൊരു പേടിയുണ്ടായിരുന്നു, ഇനി ആരെങ്കിലും വന്ന് നമുക്കിട്ട് പൊങ്കാലിടുമോന്ന്. പക്ഷെ ഇല്ല, അങ്ങനെ പറയുകയാണെങ്കിൽ എന്താന്ന് വെച്ചാൽ അവർ ചെയ്തോട്ടെ. പക്ഷെ ഞങ്ങൾ ഇട്ടു, നമ്മൾ സന്തോഷമാണ്, അത്ര തന്നെ. ആരൊന്നും പല ഫുൾ ഞങ്ങളുടെ കൂടെ ഇരുന്ന ചേച്ചിമാരും ഞങ്ങളുടെ ഫ്രണ്ട് ചെയ്യുന്ന ചേച്ചിമാരും അടുത്തുണ്ടായിരുന്നവർ എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഒന്നും പറഞ്ഞില്ല, ഇട്ടോളാൻ പറഞ്ഞു. അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ്, അമ്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ എന്നൊക്കെ പറഞ്ഞു. നിങ്ങളുടെയൊക്കെ വീട്ടിൽ നിന്ന് പൊങ്കാലയ്ക്ക് ഇടാൻ വന്നു? അങ്ങോട്ട് പോയോ? സഹായിച്ചോ? ഇല്ല. ഓക്കെ, അപ്പൊ പൊങ്കാലിടുന്ന എല്ലാവർക്കും നല്ലത് മാത്രം സംഭവിക്കട്ടെ. പാവം ഒരുപാട് 2-3 ദിവസങ്ങൾക്ക് ഞാൻ മുന്നേ, ഇപ്പം ഇന്നിപ്പോ 25 തീയതി, 23-ാം തീയതി വന്നപ്പോഴേ എല്ലാവരും നേരത്തെ വന്ന് നിൽക്കുവോ ഇവിടെ, അതും റോഡിലൊക്കെ. അവരെ സമ്മതിക്കണം ഈ വെയിലത്തൊക്കെ. കഷ്ടം. എനിക്ക് ഭയങ്കര സങ്കടമല്ല, എന്നാലും അത് അവർക്കും എന്താ പറയാ, ആറ്റുവൽ പൊങ്കാല ഇടാനുള്ള ഒരു ആഗ്രഹം കൊണ്ട്. അതെ ഒരുപാട് വ്രതമൊക്കെ എടുത്തിട്ട് നേർച്ചയോടുകൂടിയൊക്കെ വന്ന് പൊങ്കാല ഇടുന്നത് ഏറ്റവും ഭയങ്കര വലിയ കാര്യം തന്നെയാണ്. അവർക്കൊക്കെ നല്ലത് മാത്രം സംഭവിക്കട്ടെ.
എൻ്റെ ആഗ്രഹവും അതുപോലെ നടക്കട്ടെ. അതാണ് ഞാൻ പറയുന്നത്. നമ്മൾ ആറ്റുകാൽ പൊങ്കലിടുമ്പോൾ ഒരു ഗുണമെന്നല്ല, ഞാൻ എല്ലാ പ്രാവശ്യവും ഇടാൻ പറ്റുന്ന ദൈവമേ എന്ന് ഞാൻ എന്നും പ്രാർത്ഥിക്കാറുണ്ട്. കഴിഞ്ഞ മാസവും ഞാൻ പ്രാർത്ഥിക്കും, ഈ മാസം ഇടാൻ കഴിയണം ഞങ്ങൾക്ക് ഫാമിലിയോട് കൂടി, അച്ഛനും അമ്മയും ഞാനും ചേച്ചിയും ഇതേ വൈഷ്ണവി കുഞ്ഞു വാവ, ഇവന്റെ ഫസ്റ്റത്തെയാണ് കേട്ടോ. അവന് 4 വയസ്സായി, കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ഈ പ്രാവശ്യം ഞങ്ങൾക്ക് ഇടാൻ പറ്റണേന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടാണ് സത്യം പറഞ്ഞ ഈ ഒരു പ്രാവശ്യം വന്നത് തന്നെ. അപ്പോൾ നന്നായിട്ട് ഇടാൻ പറ്റി. അതുപോലെ അടുത്ത വർഷവും എല്ലാ വർഷവും ഇടാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാവണേന്നാണ് പ്രാർത്ഥിക്കുന്നത്. വീട്ടിലാണോ നടി ചിറ്റി വന്നോ എന്നുള്ളതാണ്. എന്താണ് അവരോട് പറയാനുള്ളത്? പുറത്തൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു, ചിറ്റി വന്നോ, ചിറ്റി ചേച്ചി വന്നോ, അങ്ങനെയൊക്കെ ആളുകൾ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ലൈവ് സെറ്റ് ചെയ്യില്ലേ? എല്ലാ വർഷവും മുടങ്ങാതെ പൊങ്കാല ഇടുന്നുണ്ട്. അപ്പൊ ഈ പ്രാവശ്യം എങ്ങനെയാണ്? എല്ലാ പ്രാവശ്യത്തെ പോലെ ഈ പ്രാവശ്യം വളരെ സന്തോഷം. ഒന്ന് ഇടാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ സന്തോഷം, ഭാഗ്യമാണ്. അപ്പം ഒരു വർഷം ജനങ്ങൾ കൂടി വരികയാണ്, സ്ത്രീകളുടെ എണ്ണം ഇത്രയും കൂടുന്നുണ്ട്. അപ്പം അതൊക്കെ കാണുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷമാണ്. അമ്മയുടെ അടുത്ത് വന്ന് ഇടാനുള്ള ഭാഗ്യം കുറേ ആൾക്കാർക്കും കൂടെ കിട്ടുന്നുണ്ടല്ലോ. അപ്പം അതിനൊരു മഹാഭാഗ്യമാണ്. നമുക്ക് വന്ന് ഇടാൻ പറ്റുന്നു എന്നുള്ളത് ദൈവാധീനമായിട്ടാണ് കണക്കാക്കുന്നത്.
ഇപ്പം ഒരു നിയർലി 15 years ആവുന്നു. പക്ഷെ അടുപ്പിച്ചല്ല, ചിലപ്പം 2 വർഷം ഈ കോവിഡ് ആയതുകൊണ്ട് ഫ്ലാറ്റിലാണ് ഇട്ടത്. പിന്നെ ലൈക്ക് ഒരു ഫ്രണ്ട് ഉണ്ട്, ഗീത എന്ന് പറഞ്ഞ ഒരു ഫ്രണ്ട്, അപ്പം ഫ്രണ്ടിന്റെ കൂടെ പോയി അങ്ങനെ ഓരോ പ്രാവശ്യം ഓരോരുത്തരുണ്ട്. പിന്നെ ഇപ്പം കുറച്ച് വർഷമായിട്ട് ചിപ്പിയുടെ കൂടെയാണ് ഇവിടെ വന്നത്. അപ്പോൾ ഇത് കഴിയുമ്പോഴത്തേക്ക് അമ്പലത്തിൽ പോയി തൊഴാനുള്ള സൗകര്യം ഉണ്ടല്ലോ, അതൊരു വലിയ ഭാഗ്യം തന്നെയാണ്. ഹാപ്പി ആയിട്ടിരിക്കുക. നിങ്ങളുടെയൊക്കെ ആഗ്രഹങ്ങള് ദൈവം സാധിച്ചു തരട്ടെ എന്ന് ഞാൻ ഇതെല്ലാം ഉണ്ടല്ലോ, ഉണ്ടല്ലോ. അല്ല എത്രാമത്തെ പൊങ്കാലാണെന്ന് ചോദിച്ചാൽ എനിക്ക് കൃത്യമായിട്ടൊരു ഉത്തരം തരാൻ പറ്റത്തില്ല. കാരണം കഴിവതും വർഷങ്ങളിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ദേവി അനുഗ്രഹിച്ച് മിക്ക വർഷങ്ങളിലും എനിക്ക് ഇടാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ എണ്ണിയിട്ടില്ല, അതാണ് സത്യം. ഇന്നലെ രാത്രി എത്തി. ഇങ്ങോട്ട് ഇന്ന് രാവിലെ ഒരു 7:30 ആയപ്പോഴാണ് എത്തിയത്. എല്ലാ വർഷവും നമ്മൾ ആരും അങ്ങനെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ പാടില്ലല്ലോ. എല്ലാ വർഷവും ഒരേ ആഗ്രഹം മാത്രമേ ഉള്ളൂ, ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവുക. പ്രത്യേകിച്ചും എൻ്റെ തൊഴിൽ എന്ന് പറയുന്നത് കലാരംഗത്താണ്. അപ്പോൾ ദേവിയുടെ അനുഗ്രഹം എപ്പോഴും കലാരംഗത്ത് ഉണ്ടാവണം എന്നുള്ളത് തന്നെയാണ് എപ്പോഴും ഉള്ള ഒരു ആഗ്രഹം. പിന്നെ എല്ലാവരും പ്രാർത്ഥിക്കും പോലെ ആരോഗ്യം, കുടുംബം, അമ്മയുണ്ട്, ബ്രദറുണ്ട്. അപ്പോൾ അവരുടെ എല്ലാവരുടെ ആരോഗ്യം അല്ലാതെ അങ്ങനെയുള്ള ഒരു ഇന്ന സ്പെസിഫൈ ചെയ്ത് ഞാൻ ഇന്ന ഇത് വരണം എന്ന് ഇതുവരെ പ്രാർത്ഥിച്ചിട്ടില്ല. ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും. ദേവിയുടെ അനുഗ്രഹം ദൈവം സഹായിച്ച് ഉണ്ട് എപ്പോഴും. അമ്മയുണ്ട്, അമ്മ ഞാനുമാണ് പൊങ്കാല ഇടുന്നത്. ഇല്ല, പൊങ്കാല പായസം ഇല്ല. ഈ തിരക്കൊന്നും കഴിയട്ടെ എന്ന് വെച്ചാൽ ഇന്ന് പുറത്ത് നല്ല തിരക്കാണ്, ഞായറാഴ്ചയാണ്. അപ്പം കുറച്ചുകൂടെ തിരക്കുണ്ട്. പിന്നെ ചൂടൊന്നും വകവയ്ക്കാതെയാണ് എല്ലാവരും നിൽക്കുന്നതും. കുറച്ചൊന്ന് തിരക്കൊക്കെ ഒന്ന് ഒഴിഞ്ഞിട്ട് ഒരുപാട് പേരുണ്ട്. അതാണ് നമുക്ക് ഏറ്റവും വലിയ അതിശയം. കാരണം ഇവരെല്ലാവരും ദൂരെ എവിടേക്കോ ആണ് പൊങ്കാല അർപ്പിക്കുന്നത്. അവരവിടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ട് നമ്മളെ കാണാനായിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. അതൊരു വലിയൊരു അനുഗ്രഹമല്ലേ? ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. അവർ നമ്മുടെ കൂടെ ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് സെൽഫിയൊക്കെ എടുത്ത് വിശേഷങ്ങളൊക്കെ ചോദിച്ചു പോവാണ്. അല്ലല്ല, ഞാൻ എല്ലാ വർഷവും വരുന്നതാണ്. ഇന്നലെ എനിക്ക് ഷൂട്ട് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ 12 മണിയായി. ഞാൻ വിചാരിച്ചു വരാൻ പറ്റില്ല, ഇടാൻ പറ്റില്ല എന്നൊക്കെ ടെൻഷനായിരുന്നു. എന്തായാലും അതൊക്കെ നടന്നു. രാത്രി തന്നെ ഇവിടെ എത്തി. രാവിലെയും പങ്കെടുക്കാൻ പറ്റി. ഇന്നലെ ഞാൻ വിചാരിച്ചു വരാൻ പറ്റില്ല, ഷൂട്ട് ലേറ്റായി. അങ്ങനെ പേടിച്ചു. എല്ലാ വർഷവും ഇടുന്നതാണ്. ഈ വർഷം മുടങ്ങി പോവുമോ എന്ന് സങ്കടമായിരുന്നു. എന്തായാലും ദേവി കൊണ്ട് എത്തിച്ചു. എല്ലാ വർഷവും ഇടുന്നതാണ്, എല്ലാ വർഷവും വരുന്നതാണ്. ആ ഒരു വർഷം അടുത്ത വർഷം കാത്തിരിക്കുകയാണ് നമ്മൾ. അത് ഇന്നലെ രാത്രി പോയി ഇന്നലെ രാത്രി ഇങ്ങോട്ട് വന്നിട്ട് വരാൻ പറ്റുന്നില്ലായിരുന്നു. അതിലൂടെ ലൊക്കേഷൻ്റെ ഷൂട്ടിങ് സാധനമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ എന്തായാലും ദേവി ഇവിടെ കൊണ്ടെത്തിച്ചു. നമ്മളെല്ലാ വർഷവും വരുന്നതല്ലേ, അതുകൊണ്ട് നമ്മളെ ദേവി ഇവിടെ കൊണ്ടെത്തിക്കും. ഒത്തിരി സന്തോഷമായി. അടുത്ത വർഷം നോക്കിയിരിക്കുക പൊങ്കാലയിടാൻ. മുടങ്ങരുത് എന്നുള്ളൊരു പ്രാർത്ഥനയാണ്. ഇതുവരെ മുടങ്ങിയിട്ടില്ല. കുറേ വർഷങ്ങളായിട്ട് ഇടുന്നുണ്ട്. ഇവിടെ തന്നെ ഇടുന്നു. ഇതെല്ലാം ഞാൻ തന്നെ പിടിക്കണം. ഓക്കെ. ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന മുഖങ്ങളിൽ ഒന്ന് ചിത്തി ചേച്ചിയുടെ മുഖം തന്നെയാണ്. ഒരുപാട് പേരെ കണ്ടില്ലേ ആ മതിലിലും ഒരുപാട് പേര് ചേച്ചിയെ കാണാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ വർഷവും പൊങ്കാലയ്ക്ക് വരുന്നുണ്ടല്ലോ. അപ്പോൾ അത് എത്രമാത്രം
സന്തോഷമാണ്, എത്രമാത്രം ആഗ്രഹമാണ് പൊങ്കാല എന്ന് പറയുന്നത്? അതെ, ആഗ്രഹവും സന്തോഷത്തിനെക്കാട്ടില് ഞാൻ കണ്ട് ശീലിച്ചത് അതാണ്. കാരണം ഞാൻ ട്രിവാൻഡ്രത്താണ് ജനിച്ചു വളർന്നത്. അപ്പൊ എൻ്റെ ചെറുപ്പത്തിൽ തൊട്ട് എൻ്റെ വീട്ടില് അമ്മയും അച്ഛമ്മയും എല്ലാവരും പൊങ്കാല ഇടാൻ പോവായിരുന്നു. ഞങ്ങളും ഇപ്പൊ തട്ടല്ലേ, ചെറിയ കുട്ടികളായിരുന്നു, അപ്പൊ ഞങ്ങളും കൂടെ കൊണ്ടുവരും. അപ്പൊ അങ്ങനെ തുടങ്ങിയ ഒരു ശീലമാണ്, അത് ഇതുവരെയും മുടക്കിയിട്ടില്ല. അപ്പൊ എനിക്കൊന്ന് അത് കുഞ്ഞിലെ മനസ്സിൽ കയറിയതായിരിക്കും എല്ലാം നന്നായിട്ട് നടക്കും എന്നുള്ള ഒരു പ്രതീക്ഷ, ഒരു പ്രാർത്ഥന. ആ പ്രാർത്ഥന തന്നെ എല്ലാ വർഷവും വരുന്നു. തലേ ദിവസം ഇവിടെ എത്തുമോ അതോ? തലേ ദിവസം എത്തും. കാരണം ഇന്ന് രാവിലെ എത്താൻ ബുദ്ധിമുട്ടാണ്, ഇവിടെ ക്ഷേത്രത്തിന്റെ അടുത്തായതുകൊണ്ട്. അപ്പൊ ഞാൻ തലേ ദിവസം എത്തും. ക്ഷേത്ര ദർശനമൊക്കെ ഇതിന്റെ ഇടയിൽ നടക്കുന്നുണ്ടോ? നടക്കുന്നുണ്ട്, നടക്കുന്നുണ്ട്. ഒരുപാട് വർഷം ഞാൻ അങ്ങനെ നോക്കിയിട്ടില്ല. കാരണം ഞാൻ പറഞ്ഞ സ്കൂളിന്റെ സമയം തൊട്ട് ഇടുന്നുണ്ട്. പിന്നെ ഇടയ്ക്ക് മുടങ്ങിയിട്ടുണ്ടെന്നുള്ളത് അങ്ങനെ നോക്കിയിട്ടില്ല. അല്ല, കോവിഡ് സമയത്ത് വീട്ടിലിട്ടു. ആ സമയത്ത് വീട്ടിലിട്ടു. ഇല്ല സെക്കൻഡ് ഇല്ല. വീട്ടിലാണല്ലോ പൊങ്കാല ഇട്ടത്. ഒരു പ്രാവശ്യം കോവിഡിന്റെ സമയത്ത്. വീണ്ടും ഇവിടെ അമ്പലത്തിൽ ഈ പ്രാവശ്യം തിരക്കൊക്കെ എങ്ങനെയുണ്ട്? തിരക്ക് കൂടുന്നുണ്ടല്ലോ. തിരക്ക് എല്ലാ വർഷവും, എനിക്കൊന്ന് ഓരോ വർഷം നമ്മൾ വിചാരിക്കും ഇതാണ് ഏറ്റവും കൂടുതൽ. വീണ്ടും അടുത്ത വർഷം ആകുമ്പോൾ അതിന്റെ ഇരട്ടിയാണ് തിരക്ക് വരുന്നത്. കാരണം അത്രയും ആളുകൾ ഈ അമ്മയെ ഒരു നോക്ക്, കാരണം ക്ഷേത്രത്തിൽ ക്യൂ നിന്നൊക്കെ വരുമ്പോൾ ഒരു നോക്ക് കാണാനേ പറ്റുള്ളൂ. അപ്പൊ അതിനുവേണ്ടി ഇത്രയും മണിക്കൂറുകൾ ക്യൂ നിന്ന് കണ്ട് പൊങ്കാല അർപ്പിച്ച് മടങ്ങുന്നതല്ലേ എല്ലാവരും. പുറത്ത് വന്ന് കാണാൻ വേണ്ടി അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? സന്തോഷമാണ്. ആദ്യം പറയുന്നത് 10 മണിക്ക് പുറത്തിറങ്ങും. അപ്പൊ ഒരു ചേച്ചി പറയുന്നുണ്ടോ, അയ്യോ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പൊങ്കാല നേരത്തെ പുറത്തിറങ്ങണം. ഞങ്ങളും അവിടെ ഈ പറഞ്ഞ പോലെ തേങ്ങ തിരുമലും ഒക്കെ ആയിട്ട് ബിസിയാണ്. മുറിയില് ഇറങ്ങി വരാത്തതല്ല. ശരി. തീർച്ചയായിട്ടും